ഇപ്പോൾ നമുക്ക് NCERT-യിൽ ഈ എക്സസൈസ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. 8.3 വളരെ സിമ്പിളാണ്. നമ്മളിപ്പോൾ പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ പറയുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ sin 18 ഡിവൈഡ് ബൈ കോസ് 72. അപ്പോൾ അതേപോലത്തെ സിമിലർ ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നുണ്ട്. ഇതെല്ലാത്തിനും ഒറ്റ സൊല്യൂഷൻ ഉണ്ട്. ഫങ്ഷൻസ് രണ്ടും സെയിം ആക്കുക. അതായത് ഇപ്പോൾ ന്യൂമറേറ്ററിലോ ഡിനോമിനേറ്ററോ സെയിം ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി ഇത് വർക്കൗട്ട് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാകും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ബേസിക് തത്വം. അതാണ്. ഇപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ ആണെങ്കിലും അത് ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം, എന്നിട്ട് പറയാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഫോർമുലാസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. sin 90 - a ആയിക്കോട്ടെ തീറ്റ ആയിക്കോട്ടെ സെയിം ആണ്. sin 90 - തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയാണ്. tan 90 - തീറ്റ എന്ന് പറഞ്ഞാൽ കോട്ട് തീറ്റയാണ്. sec 90 - തീറ്റ കോസിക് തീറ്റയാണ്. അപ്പോൾ ആ ഫംഗ്ഷൻസിൻ്റെ ഒക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ sin 18 ഡിവൈഡ് ബൈ കോസ് 72 എന്നാണ്. അപ്പോൾ ഇത് കാൽക്കുലേറ്ററിൽ ആംഗിളൊക്കെ കണ്ടുപിടിച്ച് ചെയ്യാൻ എളുപ്പം കേട്ടോ. ആ ഒരു കാര്യമല്ല നമ്മളിവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ ആ ഒരു കോംപ്ലിമെൻ്ററി ആംഗിളിൻ്റെ ആ പ്രോപ്പർട്ടി നമ്മളിങ്ങനെ ത്രൂ ഔട്ട് ചെക്ക് ചെയ്ത് അത് തറവാക്കുക എന്നുള്ളൊരു സംവിധാനമാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ന്യൂമറേറ്റർ sin 18 ആണ്. അപ്പോൾ sin 90 - തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ, ആ ഒരു സംഭവം നമുക്ക് ഇവിടെ പ്രയോജനപ്പെടുത്താം. അപ്പോൾ നമുക്ക് sin 18 എന്നാണ്. അപ്പോൾ sin 18-നെ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. 18-ന് പകരം 90 - 72. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെല്ലാം 90-ൽ നിന്ന് മൈനസ് ചെയ്യുന്ന രീതിയിൽ എഴുതുന്നു. അപ്പോൾ sin 90 - 72 എന്ന മോഡൽ എഴുതുന്നു, ന്യൂമറേറ്ററിൽ എഴുതുന്നു. അപ്പോൾ sin 90 - 72 എന്താ? sin 90 - തീറ്റ ഈസ് കോസ് തീറ്റ. അപ്പോൾ ഈ സ്ഥാനത്ത് തീറ്റയുടെ സ്ഥാനത്ത് എന്താണ്? 72 ആണുള്ളത്. അപ്പോൾ sin 90 - 72 എന്നുള്ളത് കോസ് 72 എന്ന് എഴുതി. അപ്പോൾ ഡിനോമിനേറ്ററിലും കോസ് 72 ആണ്, ന്യൂമറേറ്ററിലും കോസ് 72 ആണ്. രണ്ടും കട്ട് ചെയ്ത് 1 വരുന്നു. അപ്പോൾ അതേപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ tan 26 ഡിവൈഡ് ബൈ കോട്ട് 64 ആണ്. അപ്പോൾ ഇതും വളരെ എളുപ്പമായിട്ട് സോൾവ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ tan 26-ന് പകരം അല്ലെങ്കിൽ കോട്ട് 64-ന് പകരം നമുക്ക് ഈ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് tan 90 - തീറ്റ എന്ന് പറഞ്ഞാൽ കോട്ട് തീറ്റ. ഇതർ നമ്മൾ ന്യൂമറേറ്ററിൽ കളിക്കുക അല്ലെങ്കിൽ ഡിനോമിനേറ്റർ കളിക്കുക, ഏതാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. ഇവിടെ ന്യൂമറേറ്ററിലാണ് നമ്മൾ ചെയ്തത്. tan 26-ന് പകരം tan 90 - 64 എന്നാക്കി. അതായത് 90 - 64 എന്ന് പറഞ്ഞാൽ 26 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ അത് ആ 26 ഡിഗ്രി എന്ന് എഴുതുന്നതിന് വരെ 90 - 64 എന്നാക്കി. അപ്പോൾ tan 90 - തീറ്റ എന്ന് പറഞ്ഞാൽ കോട്ട് തീറ്റ. അങ്ങനെ ന്യൂമറേറ്ററിൽ കോട്ട് 64 ആയി മാറുകയാണ്. അപ്പോൾ ഡിനോമിനേറ്ററിലും കോട്ട് 64 ആണ്. അപ്പോൾ രണ്ടും കൂടി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 1 എന്ന് പറഞ്ഞ് വരുന്നു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് കോട്ട് 48 - sin 42 എന്നാണ്. ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാലും നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം സെയിം ഫംഗ്ഷൻ ആക്കി എടുക്കുക. ഒന്നുമില്ലെങ്കിൽ കോസിൻ്റെ ടേംസിലാക്കി എടുക്കുക, അല്ലെങ്കിൽ സൈൻ്റെ ടേംസിലാക്കി എടുക്കുക. നമുക്ക് നോക്കാം. അപ്പോൾ sin 90 - തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ എന്നുള്ള ആ ഒരു സൂത്രവാക്യം നമ്മൾ ഓർത്തിരിക്കുക. അത് നമ്മളിപ്പോൾ തന്നെ തറവായി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ കോസ് 48 അങ്ങനെ തന്നെ കിടന്നോട്ടെ. നമ്മൾ sin 42 ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാം. ഈ 42 എന്ന് പറഞ്ഞാൽ 90 - 48 ആണല്ലോ. 90-ൽ നിന്ന് 48 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 42 കിട്ടും. അപ്പോൾ നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള sin 42 എന്നുള്ളതിന് പകരം sin of 90 - 48 എന്ന് എഴുതണം. sin 42 തന്നെയാണ്, അതിന് പകരം 90 - 48 എന്ന് എഴുതി. ഇനി നമ്മുടെ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. sin 90 - തീറ്റയുടെ സ്ഥാനത്ത് 48 ആണ്. അപ്പോൾ sin 90 - 48 എന്ന് പറഞ്ഞാൽ cos 48 ആയി മാറും. അപ്പോൾ രണ്ടും ഒരേ വാല്യൂ ആയതുകൊണ്ട് cos 48 - cos 48 0 എന്ന് പറഞ്ഞ് കിട്ടുന്നു. ഇതേ കണക്കിനുള്ള വേറെ ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. cosec 31 - sec 51. അപ്പോൾ ഇതിലും നമുക്ക് അതേ പ്രോപ്പർട്ടി തന്നെ ഉപയോഗിക്കാം. sec 90 - തീറ്റ എന്ന് പറഞ്ഞാൽ cosec തീറ്റ എന്നുള്ള പ്രോപ്പർട്ടിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലും നമ്മൾ cosec 31 ഒന്നും ചെയ്യും. sec 59-ന് പകരം നമ്മൾ 90 - 31 എന്നാക്കി. 59-ന് വരെ 59 എന്ന് പറഞ്ഞാൽ 90 - 31 ആണല്ലോ. അപ്പോൾ അങ്ങനെ ആക്കി എടുത്തു. എല്ലാം 90-ൽ നിന്ന് മൈനസ് ചെയ്ത് എഴുതുന്ന ഒരു സാധനം ആക്കുന്നു. അപ്പോൾ sec 90 - തീറ്റ എന്ന് പറഞ്ഞാൽ cosec തീറ്റയാണ്. അപ്പോൾ 31 ആണ് തീറ്റയുടെ സ്ഥാനത്ത് വരുന്നത്. അപ്പോൾ cosec 31 - cosec 31 0 എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എളുപ്പമായിട്ട് എത്തുന്നു. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോ ദാറ്റ് tan 48 × tan 23 × tan 42 × tan 67 ഈക്വൽ ടു 1. അപ്പോൾ ഇത് നാലെണ്ണം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 എന്ന് പറഞ്ഞ ഉത്തരം കിട്ടണം എന്നാണ് നമ്മുടെ അല്ലെങ്കിൽ ആണോ എന്ന് ഷോ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കത് നോക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്നുള്ളൂ. നമ്മളിതിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ട് ആംഗിളുകൾ തമ്മിൽ ആഡ് ചെയ്താൽ 90 ഡിഗ്രി കിട്ടും. അത് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി എടുക്കലാണ് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ടാസ്ക്. അതാണ്
അപ്പോൾ ടാൻ 48 ഉണ്ട്, ടാൻ 23 ഉണ്ട്, ടാൻ 42 ഉണ്ട്, 67 ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിൽ 48 ഡിഗ്രിയും 42 കൂടി ആഡ് ചെയ്താൽ 90 കിട്ടും. അതേപോലെ ടാൻ 23 ടാൻ 67 ആഡ് ചെയ്താൽ 90 കിട്ടും. അത് എന്തിനാണെന്ന് നമുക്ക് പറയാം. കാരണം ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി ടാൻ 90 മൈനസ് തീറ്റയ്ക്കുള്ള കോട്ട് തീറ്റയാണ്. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ഇതിലെന്താ സംഭവിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാൻ 48 അല്ലെങ്കിൽ ടാൻ 42 നമ്മൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടി ടാൻ 90 മൈനസ് തീറ്റയുടെ ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നിൻ്റെ റെസിപ്രോക്കലായിട്ട് മാറും. അങ്ങനെ രണ്ടും കട്ടായി പോകും. അതേപോലെ തന്നെ ടാൻ 23 ടാൻ 67 തമ്മിലുള്ള ഈ പറഞ്ഞ 90 ഡിഗ്രിയുടെ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് അത് തമ്മിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് രണ്ടും കട്ടായി പോകും. അങ്ങനെ മൊത്തത്തിൽ വണ്ണായി മാറുകയാണ് ഇങ്ങനത്തെ ഉള്ള ചോദ്യങ്ങളുടെ ഒരു പ്രധാന ശൈലി. അത് ഏത് ചോദ്യമാണെങ്കിലും നമ്മൾ ആ ഒരു പാറ്റേൺ അതിൽ ഐഡൻറ്റിഫൈ ചെയ്യണം. ഏത് രണ്ട് ആംഗിൾ കൂട്ടിയാലാണ് 90 ഡിഗ്രി തന്നെ അവന്മാർ രണ്ടുപേരും ഒറ്റ ഇതാക്കുക. എന്നിട്ട് അതാണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതിലിപ്പോൾ ഫസ്റ്റ് ഈ ടാൻ 48 നമ്മളൊന്ന് പൊളിച്ചെഴുതി. 48 90 മൈനസ് 42 എന്ന് എഴുതി. അതാണ് ടാൻ 90 മൈനസ് 42 എന്ന് എഴുതി. അതേപോലെ ടാൻ 23 90 മൈനസ് 67 എന്ന് എഴുതി. മറ്റവന്മാർ രണ്ടുപേരും അതേപോലെ തന്നെ എഴുതി. അതിലൊന്നും ചെയ്യാൻ പോയില്ല. ഇനി ടാൻ 90 മൈനസ് തീറ്റ അല്ലെങ്കിൽ ടാൻ 90 മൈനസ് 42 എന്നുള്ളത് കോട്ട് 42 ആയി മാറുകയും ടാൻ 90 മൈനസ് 67 എന്നുള്ള കോട്ട് 67 ആയി മാറുകയും ചെയ്തു. അതായത് മനസ്സിലായോ? നമുക്ക് കോട്ട് 42 ഉണ്ട്, ടാൻ 42 ഉണ്ട്, കോട്ട് 67 ഉണ്ട്, ടാൻ 67 ഉണ്ട്. രണ്ട് റെസിപ്രോക്കലാണ്. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. കാരണം രണ്ടിനെ ഒന്നിച്ച് അറേഞ്ച് ചെയ്യുന്നു. കോട്ട് 42 ഇൻറ്റു ടാൻ 42ഉം കോട്ട് 67 ഇൻറ്റു ടാൻ 67 ഒന്നിച്ച് അറേഞ്ച് ചെയ്യുന്നു. കോട്ട് 42ൻ്റെ റെസിപ്രോക്കലാണ് ടാൻ 42, അല്ലെങ്കിൽ ടാൻ 42ൻ്റെ റെസിപ്രോക്കലാണ് കോട്ട് 42. അപ്പോൾ അത് കോട്ട് 42നെ 1/tan 42 എന്ന് എഴുതുന്നു. കോട്ട് 67നെ 1/tan 67 എന്ന് എഴുതുന്നു. രണ്ട് ക്യാൻസൽ ആവുന്നു. LHS RHS ഈക്വൽ എന്നുള്ളത് നമ്മൾ വളരെ സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേ അടുത്ത ചോദ്യം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. രണ്ടും കൂടി മൈനസ് രണ്ട് ഫംഗ്ഷൻ കോസ് 38 കോസ് 52 സൈൻ 38 സൈൻ 52 രണ്ടും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 0ആണ്. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ സൈനും കോസും ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ സൈൻ 90 മൈനസ് തീറ്റ കോസ് തീറ്റ ആ ഒരു പ്രോപ്പർട്ടി ആയിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതിലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, നമ്മുടെ 38ഉം 52 ആണ് തന്നേക്കുന്നത്. 38ഉം 52ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 90 കിട്ടുന്നത്. അപ്പോൾ അതിലെന്തോ ഈ ഒരു 90ൻ്റെ ബന്ധം എല്ലാത്തിലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇത്രേ ഉള്ളൂ. LHSൻ്റെ കോസ് 38 ഇൻറ്റു കോസ് 52 മൈനസ് സൈൻ 30 ഇൻറ്റു സൈൻ 52 ഉണ്ട്. അതിൽ കോസ് 38 ഇൻറ്റു കോസ് 52 ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. സൈൻ 38ന് പകരം 38ന് പകരം 90 മൈനസ് 52 എന്ന് എഴുതാം. 57 അല്ല, അത് തെറ്റാണ്, 52 ആണ്. അതേപോലെ സൈൻ 15 വേണം സൈൻ 90 മൈനസ് 38 ഡിഗ്രി എന്ന് പറഞ്ഞ് എഴുതുന്നു. മനസ്സിലായല്ലോ അല്ലേ? 90, അതായത് സൈൻ 38. ഈ സൈൻ 38ന് പകരം 38 എന്ന് പറഞ്ഞാൽ 90 മൈനസ് 57 ആണ്. 38 എന്ന് പറഞ്ഞാൽ 90 മൈനസ് 57 എഴുതി. സൈൻ 52 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 52 പകരം 90 മൈനസ് 38 എന്ന് എഴുതി. ഇനി സൈൻ 90 മൈനസ് തീറ്റ അത് കോസ് 52 ആവുന്നു. 57 അല്ലാതെ 52 ആണ്. അതുപോലെ സൈൻ 90 മൈനസ് 38 കോസ് 38 ആയി. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ടും മൈനസ് ചെയ്യുന്ന ഒരേ വാല്യൂ ആണ്. കോസ് 38 കോസ് 52, കോസ് 38 കോസ് 52 ആണ്. അപ്പോൾ രണ്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പോൾ ഹെൻസ് ദ പ്രൂഫ്. അടുത്ത ചോദ്യം ടാൻ 2a ഈക്വൽ ടു കോട്ട് a മൈനസ് 18. അപ്പോൾ 2a ഈസ് അൻ അക്യൂട്ട് ആംഗിൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ഇതേപോലത്തെ ഒരു ചോദ്യം നമ്മുടെ എക്സസൈസിൽ ചെയ്തിരുന്നു. നമുക്കത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ടാൻ എന്നൊക്കെ ഉള്ള കണ്ടപ്പോൾ തന്നെ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റിയ പ്രോപ്പർട്ടി ടാൻ 90 മൈനസ് തീറ്റ കോട്ട് തീറ്റ ആയിരിക്കും. കാരണം നമുക്ക് ഇത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ LHSലും RHSലും ഒരേ ഫംഗ്ഷനായി മാറണം എന്നുള്ളൊരു കാര്യം ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യനിൽ കിടക്കുന്നത് നമുക്ക് ടാൻ 2a ഈക്വൽ ടു കോട്ട് a മൈനസ് 18 എന്നാണ്. ഓക്കെ, പക്ഷേ നമ്മുടെ പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എന്താ? ടാൻ 2a ഈക്വൽ ടു കോട്ട് 90 മൈനസ് 2a അല്ലേ? ടാൻ 90 മൈനസ് തീറ്റ ഈക്വൽ ടു കോട്ട് തീറ്റ ആ ഒരു സംഭവമാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തത്. അപ്പോൾ ടാൻ 2a ഈക്വൽ ടു കോട്ട് 90 മൈനസ് 2a എന്ന് എഴുതാം. പക്ഷേ ക്വസ്റ്റ്യന് തന്നേക്കുന്നത് കോട്ട് a മൈനസ് 18 എന്നാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് പ്രോപ്പർട്ടിയും മാച്ച് ചെയ്യുന്നു. കോട്ട് 90 മൈനസ് 2a എന്നാണ് നമ്മുടെ ട്രിഗണോമെട്രിക് റേഷ്യോസ് പ്രകാരം തന്നെ. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ കോട്ട് a മൈനസ് 18 എന്നാണ്. അപ്പോൾ രണ്ടും ഒരേ ഫംഗ്ഷനാണ്. കോട്ട് 90 മൈനസ് 2a ഈക്വൽ ടു കോട്ട് a മൈനസ് 18 എന്നാണ്. അപ്പോൾ ആ കോട്ട് ക്യാൻസലായി പോകുമല്ലോ കേട്ടോ. അത് നമ്മളതിൻ്റെ ആംഗിൾസിനെ ഇക്വേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് കോട്ട് കട്ടായി പോകുന്നതല്ല. അതൊരു ഫംഗ്ഷനാണ്, അത് കട്ടായി പോകില്ല ഒരിക്കലും.
അപ്പോൾ 90-2a = a-18 എന്ന് വരുന്നു. അപ്പോൾ അതിൽ നിന്ന് 3a = 108 ഡിഗ്രി എന്ന് വരുന്നു. അതായത് a 36 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടുകയാണ്. അടുത്ത ചോദ്യം, ഇഫ് tan a = cot b പ്രൂവ് ദാറ്റ് a + b = 90 ഡിഗ്രി എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഇക്വേഷൻ tan 90-θ = cot θ അല്ലെങ്കിൽ cot 90-θ = tan θ എന്ന് പറഞ്ഞ ഇക്വേഷൻ ആയിരിക്കും. എനിവേ നമുക്ക് അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. രണ്ട് സൈഡും നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്താലാണ്, അല്ലെങ്കിൽ ഒരേ ഫംഗ്ഷനാക്കി എടുത്താലാണ് നമുക്ക് പരിപാടികൾ എളുപ്പമാവുക. നമുക്ക് ഗിവൺ ദാറ്റ് tan a cot b എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡും ടാനോ രണ്ട് സൈഡും കോട്ടോ ആക്കി എടുക്കാൻ നമുക്കൊന്ന് ശ്രമിക്കാം. അപ്പോൾ നമുക്കൊരു പണിയാം, രണ്ട് സൈഡും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കോട്ടിൻ്റെ ഒരു ഫംഗ്ഷനാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ tan 90-θ = cot θ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി, അല്ലെങ്കിൽ cot 90-θ = tan എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ tan a എന്ന് പറഞ്ഞാൽ cot 90-a ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നു. എന്നിട്ട് എയും ബിയും കൂടി നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. അതായത് ഈ tan എയുടെ സ്ഥാനത്ത് നമ്മൾ cot 90-θ എന്ന് എഴുതി, cot b അങ്ങനെ തന്നെ എഴുതി. രണ്ടും ഇക്വേഷനും സെയിം ആണ്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻസ് സെയിം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആംഗിൾസ് സെയിം ആവണം. അതായത് 90-aയും ബിയും സെയിം ആവണം. അപ്പോൾ 90-a = b എന്ന് എഴുതി. അപ്പോൾ എ മറ്റേ സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് ആയി. അപ്പോൾ a + b = 90 ഡിഗ്രി എന്ന് വളരെ ഈസി ആയിട്ട് പ്രൂവ് ആയി. ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതിൻ്റെ അകത്തുണ്ട്. സീക്ക് ഫോർ a = cosec a - 20. അപ്പോൾ 4a അക്യൂട്ട് ആംഗിളാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ നേരത്തെ ഇതിന് മുന്നേ തേർഡ് ക്വസ്റ്റ്യൻ ചെയ്ത അതേ ഐഡിയ തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. സീക്കും കൊസീക്കും തമ്മിലുള്ള ബന്ധം, നമ്മുടെ 90 എന്നുള്ള ആ ബന്ധം നമ്മൾ ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, സീക്ക് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊസീക്ക് 90-θ അല്ലെങ്കിൽ സിക് θ = cosec 90-θ എന്നുള്ള കേസ് നമുക്ക് അറിയാലോ. അപ്പോൾ അതാണ് ഇവിടെ ഉപയോഗിക്കാൻ നമ്മൾ പോകുന്നത്. അപ്പോൾ സീക്ക് ഫോർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നേക്കണേ സീക്ക് ഫോർ a = cosec a - 20 ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സീക്ക് ഫോർ a = cosec 90-4a നമുക്ക് എഴുതാം. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സീക്ക് 4a എന്നായിരുന്നു, അതിന് 90-4a എന്ന് എഴുതി. റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മളൊന്നും ചെയ്തില്ല. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ സെയിം ആക്കാൻ ശ്രമിക്കുക. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഫംഗ്ഷൻസ് സെയിം ആക്കാൻ ശ്രമിക്കുക. ഫംഗ്ഷൻ സെയിം ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആംഗിൾ സെയിം ആണ്. അതായത് 90-4യും a - 20 ഈക്വൽ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. അപ്പോൾ 4a മറ്റേ റൈറ്റ് സൈഡിലേക്ക് പോകുന്നു, 20 ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നു. അപ്പോൾ 19-20 ആഡായിട്ട് 110 ആവുന്നു. 4യും എയും ആഡായിട്ട് 5a ആവുന്നു. അപ്പോൾ a = 22 ഡിഗ്രി എന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നു. അടുത്ത് പറഞ്ഞേക്കുന്നത് എ ബി ആൻഡ് സി ആർ ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എ ബി സി, ദെൻ ഷോ ദാറ്റ് sin b + c/2 = cos a/2. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്. അതിൽ 3 ആംഗിൾസ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി, അങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടാകുന്നു എ ബി സി എന്ന് പറഞ്ഞ്. എന്നിട്ട് ഈ പറഞ്ഞ sin b + c/2 cos a/2 സെയിം ആണെന്ന്, LHS RHS സെയിം ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം തന്നെ എഴുതാം ആംഗിൾ എ + ആംഗിൾ ബി + ആംഗിൾ സി 180 ഡിഗ്രിയാണ്. കാരണം എന്താ, ഒരു ട്രയാങ്കിളാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ആംഗിൾ ബി + ആംഗിൾ സി എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി - ആംഗിൾ എ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. അതാണ് ഇതിൻ്റെ അകത്ത് രണ്ടാമത് നമ്മൾ ചെയ്തേക്കുന്നത്. മനസ്സിലായല്ലോ. 3 ആംഗിൾ ആഡ് ചെയ്താൽ 180 വരും. അതിൽ ആംഗിൾ ബി ആംഗിൾ സി ആഡ് ചെയ്ത് 180 - ആംഗിൾ എ എന്ന് പറഞ്ഞ് എഴുതി. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി ചില ഉടായ്പ പരിപാടികൾ കാണിക്കേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ഈ രണ്ട് സൈഡിനെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡിനെ 2 വെച്ച് ഹരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഹരിക്കുമ്പോൾ ആംഗിൾ ബി + ആംഗിൾ c/2 എന്ന് പറഞ്ഞാൽ, റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഹരിക്കുമ്പോഴത്തേക്കും 180 - ആംഗിൾ a/2 എന്ന് പറഞ്ഞ് വരുന്നു. അപ്പോൾ അതിൽ ആംഗിൾ ബി + ആംഗിൾ c/2 അങ്ങനെ തന്നെ എഴുതുന്നു. റൈറ്റ് ഹാൻഡ് സൈഡിൽ 180/2 ചെയ്യുമ്പോൾ 90 ഡിഗ്രി വരും. ആംഗിൾ a/2 ആയിട്ട് തന്നെ എഴുതുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും രണ്ടും ആംഗിൾസ് ആണ്. ഇതിപ്പോൾ ആംഗിൾ ബി + ആംഗിൾ c/2 എന്ന് പറഞ്ഞാൽ ഒരു ഇത്ര ഡിഗ്രി എന്ന് പറഞ്ഞൊരു ആൻസർ ആയിരിക്കും. അത് എത്രയാണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഒരു 30 40 എനിവേ എന്തോ ഒരു ആൻസറാണ്. ഇതെല്ലാം ഒരു ആംഗിളാണ്. 90 - ആംഗിൾ a/2 ഒരു ആൻസറാണ്. അപ്പോൾ ഇത് രണ്ട് ഈക്വലാണെന്നാണ് ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ആംഗിളിൻ്റെ സൈൻ എടുക്കുകയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ്, അതായത് ഒരു ഫംഗ്ഷൻ നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ രണ്ട് സൈഡിലും സൈൻ ഫംഗ്ഷൻസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ആംഗിൾ ബി + ആംഗിൾ c/2ൻ്റെ അവിടെ സൈൻ കൊടുത്തു കഴിഞ്ഞാൽ sin b + c/2, ആ ആംഗിളിൻ്റെ സിമ്പിൾ മാറ്റിയെന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് b + c/2 എന്ന് എഴുതി. ഈ സൈഡിൽ നമ്മൾ സിമ്പിൾ ആ സൈൻ കൊടുക്കുകയാണ്. അപ്പോൾ സൈൻ ഓഫ് ബ്രാക്കറ്റിൻ്റെ അകത്ത് 90 - ആംഗിൾ a/2, അതിലും ആംഗിൾ എയുടെ ആംഗിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ അങ്ങ് മാറ്റിയെന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് sin b + c/2ഉം
റൈറ്റ് ഹാൻഡ് സൈഡിൽ സൈൻ 90 മൈനസ് a/2 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമുക്ക് പ്രോപ്പർട്ടി മറ്റേ നമ്മുടെ സൈൻ 90 മൈനസ് തീറ്റ പ്രോപ്പർട്ടി റൈറ്റ് ഹാൻഡ് സൈഡിൽ അപ്ലൈ ചെയ്യാം. അതെ, സൈൻ 90 മൈനസ് a/2 എന്നല്ല കിടക്കുന്നത്. അതിനെ നമുക്ക് കോസ് a/2 എന്ന് എഴുതാൻ പാടില്ലേ? സൈൻ 90 മൈനസ് തീറ്റ കോസ് a/2. അപ്പോൾ ഇതല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്? സൈൻ b പ്ലസ് c/2 ഈക്വൾ ടു കോസ് a/2 എന്നല്ല പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അത് കിട്ടി സാറേ. അപ്പോൾ ആ ഒരു കുറച്ചൊരു ഉടായ്പ് പണി ഇതിൻ്റെ അകത്ത് കാണിക്കണം. ആ ഡിവൈഡ് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചാൽ നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ അതങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ലാസ്റ്റ് എക്സ്പ്രസ് സൈൻ 67 പ്ലസ് കോസ് 75 ഇൻ ടേംസ് ഓഫ് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ 0 and 45. ഇത് നേരത്തെ നമ്മൾ എക്സസൈസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ പോലത്തെയാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ സൈൻ 67 കോസ് 75 ഒക്കെയാണ്. ഇതെല്ലാം 45 ഡിഗ്രിയേക്കാളും മുകളിലൊരു ആംഗിളാണ്. നമുക്ക് 45 ഡിഗ്രിയുടെ അകത്ത് വരുന്ന രീതിയിൽ ഈ എക്സ്പ്രഷൻ ഒന്ന് മാറ്റി പിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ ട്രിഗണോമെട്രിക് റേഷ്യോസ് തന്നെ ഇതിൽ ഉപയോഗിക്കാം. എല്ലാത്തിനും കോസ് 90 മൈനസ് തീറ്റ ഈക്വൾ സൈൻ തീറ്റ. അവിടെയുള്ള എന്താണ്, സൈനാണോ കോസാണോ അതിൻ്റെ ഈ പ്രോപ്പർട്ടീസ് ഇതേപോലെ എഴുതുക. കോസ് 90 മൈനസ് തീറ്റ സൈൻ തീറ്റയാണ്, സൈൻ 90 മൈനസ് തീറ്റ കോസ് തീറ്റയാണ്. ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്താൽ മതിയാവും മിക്കവാറും. ഇപ്പോൾ ഇവർ കോസ് 90 മൈനസ് തീറ്റ ഈക്വൾ സൈൻ തീറ്റ എന്ന് എഴുതി, അങ്ങനെ തന്നെ വേണമെന്നില്ല. നമുക്ക് സൈൻ 90 മൈനസ് തീറ്റ കോസ് തീറ്റ വെച്ചും ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. എനിവേ നമുക്ക് നോക്കാം ഇതിലെന്താ ചെയ്യുന്നത്. സൈൻ 67 പ്ലസ് കോസ് 75 എന്നാണ്. അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ രണ്ടും അപ്ലൈ ചെയ്യേണ്ടി വരും. നോക്കാം നമുക്ക്. സൈൻ 67 നമുക്ക് 45 ഡിഗ്രി താഴെ എഴുതണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ സൈൻ 67 പകരം നമ്മൾ 90 മൈനസ് 23 എന്ന് എഴുതാമല്ലോ. 67 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 90 മൈനസ് 23 ആണല്ലോ. അതേപോലെ കോസ് 75 പകരം 90 മൈനസ് 15 എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ 90 നിന്ന് മൈനസ് ചെയ്ത് എഴുതുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ കോസ് 90 മൈനസ് 23 സൈൻ 90 മൈനസ് 23 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് 23 എന്ന് എഴുതാം. കോസ് 90 മൈനസ് 15 എന്ന് പറഞ്ഞാൽ സൈൻ 15 എന്ന് എഴുതാം. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ ആൻസറിൽ രണ്ട് ആംഗിളും 45 ഡിഗ്രിയിൽ അല്ലെങ്കിൽ 0 to 45 ഡിഗ്രിയുടെ അകത്ത് ഒതുങ്ങുന്ന ഒരു വാല്യൂ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സസൈസാണ് ശരിക്കും. നിങ്ങൾക്ക് വളരെ കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്യാവുന്ന കേസുള്ളൂ. പ്രോപ്പർട്ടി വളരെ സിമ്പിളാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സസൈസ് കുറച്ചൊരു ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ട്രിഗണോമെട്രി ഐഡൻറ്റിറ്റീസ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കാനുണ്ട്. അത്ര ഡിഫിക്കൽട്ടല്ല, ചെയ്യാവുന്നുള്ളൂ. ബട്ട് ഇത് വൺ ഓഫ് ദി ഈസിയസ്റ്റ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതെപ്പോഴും പറയുക. നമ്മൾ ഈ യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ ഒരു ചാനൽ ഒരാൾ പഠിപ്പിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾ ക്ലിയർ ആവില്ല. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ കയ്യിലേക്ക് അത് വരുള്ളൂ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അത് എഴുതാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യം എപ്പോഴും ഓർത്തുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുക, വീഡിയോ പോസ് ചെയ്യുക, ആവശ്യത്തിന് പോസ് ചെയ്യുക, സ്ലോ ഡൗൺ ചെയ്യുക, ഫാസ്റ്റ് ചെയ്യുക, എങ്ങനെ ഫാസ്റ്റ് ആക്കണമെങ്കിൽ ആക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ വീഡിയോസ് പലതവണ നമുക്ക് കാണാം. ബട്ട് നിങ്ങൾ അൾട്ടിമേറ്റ്ലി ഇത് പ്രാക്ടീസ് മേക്സ് ഇറ്റ്